ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 12-ാം അധ്യായം 10-ാം തിരുവചനം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തെ ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് ഈ വചനം. യഥാർത്ഥ ആത്മീയത എന്താണെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വിശ്വാസ സാക്ഷ്യം ആരുടേതാണ്? അപ്പോസ്തലനായ പൗലോസാണിത് പറയുന്നത്. അത്യാഹിതങ്ങളിലും ബലഹീനതകളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും ആക്ഷേപങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എത്ര പവർഫുള്ളായൊരു വചനമാണ് സഹോദരങ്ങളെ! ഈ വചനത്തിന്റെ മുദ്ര നമ്മൾ സ്വീകരിക്കണം. യഥാർത്ഥ വിശ്വാസം എന്താണ്? ട്രൂ സ്പിരിച്വാലിറ്റി. കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയത എന്താ? അത് വെറും ഒരു ഉപരി വിപ്ലവമല്ല. ബലഹീനനാകുന്ന നിമിഷങ്ങളിൽ നമുക്കെതിരെ വരുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, അപഖ്യാതികൾ, അപവാദങ്ങൾ. ഇതിന് നടുവിൽ പലപ്പോഴും നമ്മൾ നിരുത്സാഹപ്പെട്ട് മനസ്സ് കെട്ടവരായി ആത്മീയമായ ഒരു നിർജീവത്വത്തിലേക്ക് കടന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ഷേപങ്ങളിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥ ആത്മീയതയിലാണ്, സത്യവിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഞെരുക്കങ്ങൾ, ഒരുപാട് ഞെരുക്കങ്ങൾ നമ്മുടെ ഈ ലോക ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ട്, നമ്മുടെ ബന്ധങ്ങളിലുണ്ട്, തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വിവിധങ്ങളായ ഞെരുക്കങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളെല്ലാം ഉണ്ട്. ഇതിന്റെ നടുവിലും ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഞെരുക്കങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം സഹോദരങ്ങളെ. ഇതിന്റെ നടുവിലും ആർക്കാണോ ആനന്ദിക്കാൻ കഴിയുന്നത്, അവരാണ് യഥാർത്ഥ ആത്മീയതയിൽ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളിന്ന് കാണുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ പലപ്പോഴും ചില ഗിംബിക്സുകളാണ്. ഒരു വൈകാരികവുമായ ഒരു അനുഭൂതി പോലെ ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയത അത് ചെറുതായി പോകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയത, കർത്താവ് ആഗ്രഹിക്കുന്ന സ്പിരിച്വാലിറ്റി എന്താണ്? ഇതാണ് ഈ വചനം പറയുന്നത്. ബലഹീനതകളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിനെ സ്വീകരിക്കാൻ പറ്റണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളുള്ള ബന്ധത്തിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈ വചനത്തെ മുറുകെ പിടിച്ച് ധീരതയോടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളെ പ്രതി കർത്താവ് സന്തോഷിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി പൗലോസ്ലീഹായെ പോലെ നമുക്കും ഈ കൃപയിൽ വളരാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ആത്മീയതയിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അതിനു വേണ്ടി വാഞ്ചിക്കാം. നമ്മുടെ ജീവിതങ്ങൾ അതിനായി കൃപപ്പെടുത്താം. കൃപ കർത്താവ് തരും. നമുക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഈ വചനം ജീവിക്കുവാനുള്ള സമർപ്പണമുണ്ടെങ്കിൽ കൃപ കർത്താവ് തരും. ആരും സംശയിക്കേണ്ട. അതിനാവശ്യമായ കൃപയും അഭിഷേകവും ആത്മാവ് പ്രദാനം ചെയ്യും. നമുക്കത് വിശ്വസിക്കാം. കർത്താവോട് ചേർന്ന് നടക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഈ വചനത്തിന്റെ കൃപ ധാരാളമായി ഒഴുകേണ്ടെന്ന് പ്രാർത്ഥിക്കുക. ദിനംതോറും നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും തന്റെ പരിശുദ്ധ വചനങ്ങളാൽ നമ്മെ പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.